ഞാൻ മാളുവിനെ വിളിക്കാവേ. എന്റെ മോനായതുകൊണ്ട് പറയുമല്ലോ കേട്ടോ, ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടിയത് നിങ്ങളുടെ കുട്ടിയുടെ ഭാഗ്യാന്നേ ഞാൻ പറയൂ. അങ്ങ് കൊമ്പത്തെ ആലോചനകൾ എത്ര എണ്ണം വന്നാണെന്നറിയാവോ? ഞങ്ങൾക്ക് ഈ കാശിലും പണത്തിലും ഒന്നും അല്ല നോട്ടം, അല്ലേ ഗോപിട്ട? അതെ അതെ, സമ്പത്ത് ഇത്തിരി കുറഞ്ഞാലും പെൺകുട്ടിയും കുടുംബവും നന്നായിരിക്കണം, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ല, ഇപ്പൊ വേണ്ട, എനിക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. എന്താ? അയ്യോ, കുമാരണ്ണം കാപ്പിയും ചായ ഒന്നും കുടിക്കില്ല, ഒൺലി കരിക്ക്, അതാ. ഓ, പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓ, മോക്ക് പാചകമൊക്കെ അറിയാവോ? അവൾക്ക് എല്ലാ കറികളും വെക്കാൻ അറിയാം. ഞാൻ അവളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടുക്കള കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് ജാനകിക്ക് ഇഷ്ടമല്ല. നേരാ, നമ്മുടെ കണ്ണ് എല്ലായിടത്തും എത്തണമല്ലോ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവള് തന്നെയാ നോക്കുന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? അല്ല, മുതലാളിയും ജാനകി കൊച്ചപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് സമ്മതമാണെന്ന് അണ്ണൻ ചോദിക്കാൻ വന്നത് അല്ലേ? മോളമാക്കല്ലേ. ഓ, അവൾക്ക് ഒരു സമ്മതക്കുറവുമില്ല. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാട്ടോ. വിവാഹം കഴിഞ്ഞാലും മോളെ പഠിക്കാൻ വിടുന്ന കാര്യം അതിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? പഠിച്ച് നല്ലൊരു നിലയിലെത്തണമെന്നാ മോളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഇത് വലിയ തമാശയായി പോയല്ലോ. ഞങ്ങളെ കുറിച്ച് രവി എന്താ കരുതിയത്? മരുമോള് ജോലിക്ക് പോയി സമ്പാദിച്ചിട്ട് വേണോ ഞങ്ങൾക്ക് കുടുംബം കഴിയാൻ? അല്ല, അമ്മ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നാണല്ലോ. മാളോ, നീ മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലമ്മേ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ. മാളോ, മതിയാക്കാനല്ലേ പറഞ്ഞത്? തലയിരിക്കുമ്പോ മോലോടണ്ട. ഇവിടെ മുതിർന്നവരുണ്ടല്ലോ സംസാരിക്കാൻ. അമ്മേ, ഓക്കെ ഓക്കെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. മാളുവിന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം കുമാർ നടത്തി കൊടുക്കും.